viewers, welcome to Hafiz recipe time. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അറേബ്യൻ പുഡിംഗ് ആയിട്ടുള്ള മെഹലബി പറഞ്ഞ പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ചൈന ഗ്രാസോ മിൽക്ക് മെയ്ഡോ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു കപ്പ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ അര കപ്പ് ഷുഗർ, പിന്നെ നമുക്ക് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് എസെൻസ്, നമ്മളെ അടുത്തുള്ള ഏത് എസെൻസ് ആണെങ്കിലും പറ്റും. എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ മാംഗോയും പിസ്തയും ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിരുന്നു. ആ മിൽക്കിൽ നിന്ന് ഒരു 2 കയ്യിൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന മിൽക്ക് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള മിൽക്ക് ബോയിൽ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ പുഡിങ് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. 2 ഗ്ലാസ്സിനുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന പുഡിങ് ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ബോയിൽ ചെയ്ത് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ മിൽക്ക് ഏകദേശം ബോയിലായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അര കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അര കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 6 to 7 ടേബിൾ സ്പൂണ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏകദേശം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് ഇളക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലവറും മിൽക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഇതൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും തിക്കായി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1/4 ഭാഗം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് മാറ്റണം കേട്ടോ. ഇനി നമ്മൾ അടുത്ത ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫസ്റ്റിൽ ചെയ്ത് അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ 1 കപ്പ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇതിലേക്ക് ചൈന ഗ്രാസോ മിൽക്ക് മെയ്ഡ് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വാട്ടർ, ആ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ 1 കപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് കോൺഫ്ലവറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഇത് ബോയിലായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മധുരം കൂടുതലാണെന്ന് തോന്നി. അപ്പോഴാണ് ഞാൻ ഇതിൽ 4 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഞാൻ നേരത്തെ ഇപ്പോൾ 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 6-7 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലവറിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണേ. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കുക, അടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ അടുത്തുള്ള ഏത് ഫ്ലേവറാണ് സെൻസ് ഉള്ളത് ആ ഫ്ലേവർ നമ്മൾ ഒറ്റിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പിസ്ത ഫ്ലേവറും ഒരു മാംഗോ ഫ്ലേവറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് ഡിഫറെൻറ്റ് ലെയർ ആക്കിയിട്ടും ചെയ്യാം, കളർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതൊന്ന് തിക്കായി വരുന്ന വരെ നിൽക്കണം. അപ്പോൾ തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത് ഏകദേശം തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവാറായിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഇതിൽ വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ 1/4 പോർഷൻ ഒഴിച്ചു കൊടുത്തിരുന്നു. ഇനി ബാക്കിയുള്ള ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ലെയറായിട്ട് നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പിസ്ത ബദാമോ ഒക്കെ ക്രഷ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിസ്തയും ബദാമും സ്പ്രെഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ മെഹല്ലബി എന്ന് പറഞ്ഞ പുഡിങ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.